ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അമ്മയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം അച്ഛനമ്മമാർ വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ട് ഒരു പ്രായമായി കഴിയുമ്പം അവരെ നിർദാക്ഷിണ്യം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവരെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വിളിച്ചു പറയുന്ന മക്കളെ പറ്റിയിട്ട് എനിക്ക് ഒരിക്കലും നല്ലത് പറയാനില്ല. അത് ഒരു സൈഡ്, അത് അവിടെ നിൽക്കട്ടെ. ഈ ഒരു ഫാമിലി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്നൊരു വീഡിയോ ഇവിടെ നിന്നൊരു വീഡിയോ എന്നുള്ള രീതിയിൽ കുറേ വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും അതിനെ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, തരിച്ചിരുന്ന് പോകുന്ന വീഡിയോസാണ് ഇവരുടെ. ഇങ്ങനെയും ഫാമിലി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഞാൻ ആ അമ്മയെയും അച്ഛനെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞില്ലേ. ഞാൻ സ്ഥിരം കാണുന്ന വീഡിയോസ് അല്ല ഇവരുടെ എന്നും ഞാൻ പറഞ്ഞിരുന്നു. സത്യാവസ്ഥ എന്ത് എന്നൊന്നും എനിക്കറിയില്ല. എല്ലാ വീഡിയോസും നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. എന്ത് തന്നെ ആയാലും ഒരു മകള് 19 വയസ്സ് വരെ വളർത്തി വലുതാക്കി വിട്ടിട്ട് വീട്ടിൽ നിന്ന് ചാടിപ്പോയതിന് ശേഷം അമ്മയ്ക്കും അച്ഛനും എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതിനും ചീത്ത പറയുന്നതിന് ഞാനൊരിക്കലും മകനാണെങ്കിലും മകളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇന്നലെ ആ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു വീഡിയോ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക്. ഇങ്ങനെയും ഉണ്ടോ ഈ ഭൂലോകത്ത് മാതാപിതാക്കള്? അച്ഛൻ അവിടെ നിൽക്കട്ടെ, അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് മാതൃത്വം എന്നതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സ്ത്രീയാണെന്ന് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇത് അവരുടെ മകളാണ്. 19 വയസ്സാണ് ആ കുട്ടിക്കുള്ളത്. 19 വയസ്സിൻ്റെ കാട്ടിക്കൂട്ടലുകളൊന്നുമല്ല. ഇന്നൊരു 15-10 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വിവരവും ബോധവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് അവരുടെ മകളാണ്. അവരെന്തൊക്കെയോ തെറ്റ് ചെയ്തെന്ന് ഇവർ പറയുന്നുണ്ട്. ചെയ്ത തെറ്റൊക്കെ ഇവർ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. അത് തന്നെയല്ല, ആ കുട്ടി ഇപ്പം വേറൊരു വീട്ടിൽ പോയിട്ട് ആ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ജീവിക്കുകയാണ്. അപ്പം ഈ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത് അതിൻ്റെ ജീവിതം എങ്ങനെയും ഞങ്ങളോട് ഉടക്കിപ്പോയി ജീവിക്കുകയാണ്, ബാക്കി ജീവിതവും എങ്ങനെയെങ്കിലും നശിച്ചു പൊക്കോട്ടെ, എങ്ങനെയെങ്കിലും അവൾ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഈ സ്ത്രീ നിന്ന് പറയുന്നത്. എനിക്ക് തോന്നി അമ്മ 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 എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ളൊരു സങ്കല്പമുണ്ട്. അതിന് എത്രയോ എഗെയിൻസ്റ്റ്, എത്രയോ വിപരീതമാണ് ഈ സ്ത്രീകളൊക്കെ. ഇവരൊക്കെ ഒരു അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? കാര്യം ആ കുട്ടി ചെയ്തത് തെറ്റാണ്. പക്ഷെ ഈ സ്ത്രീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അവര് പല സംഭവങ്ങളും നമ്മുടെ അമ്മമാരോട് പല സംഭവങ്ങളും പറയല്ലേ. അതുപോലെ അമ്മമാരും മക്കളോടും പല സംഭവങ്ങളും പറയും. ഇത് മൂന്നാമതൊരു ചെവി അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിയാണ്, നമ്മുടെ സ്വന്തമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സ്വന്തം അമ്മയോട് പറയുക അല്ലേ. അങ്ങനെ പല സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ ആ സ്ത്രീ അതെല്ലാം വിളിച്ചു പറയുകയാണ്. മോള് കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ടാണെന്ന് ഇവർക്ക് പറയാം. പക്ഷേ ഇവർ വെറുതെക്കാരിയല്ല, ആ കുട്ടിയുടെ സ്വന്തം അമ്മയാണ്. ആ സ്ത്രീ അവിടെ നിന്നിട്ടൊരു വെറുതെക്കാര് പോലും ചെയ്യാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അവരുടെ അമ്മായിയമ്മയെ പറ്റി കുറ്റം പറഞ്ഞു, പുടവ് കൊടുത്ത നാത്തൂനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ ഈ പറയുന്ന പ്രസ്തുത ചെറുക്കൻ, ഇവള് കല്യാണം കഴിച്ചേക്കുന്ന അയാളുടെ സ്വഭാവത്തെ പറ്റിയിട്ട് പറയുന്നു. എന്തൊക്കെയാണ് ഈ സ്വന്തം മകള് സ്വഭാവ ദൂഷ്യമുള്ളവളാണ് എന്ന് കയറി ചെന്ന വീട്ടുകാരെ വിളിച്ചറിയിക്കുകയാണ്. ഇവിടെ നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ അതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടു നിങ്ങൾ നല്ലൊരു അമ്മയാന്ന്. പക്ഷെ ഒരമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊരു 100-ൽ 10% മാർക്ക് തരാൻ പോലും പറ്റില്ല. 4 മക്കളുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അമ്മയാവില്ല. ആ മക്കളെ ഒരു 10-19 വയസ്സ് വരെ വളർത്തി എന്ന് പറഞ്ഞിട്ട് അമ്മയാവില്ല. കുറച്ച് ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അമ്മയാവില്ല. അമ്മമാർ മാത്രം കീപ്പ് ചെയ്യുന്ന, അമ്മമാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്. കാര്യം ഒരു അമ്മയുടെ മനസ്സെന്ന് വെച്ചാൽ അത്രയ്ക്കും മക്കളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. വേറെ ചില അമ്മമാരെയൊക്കെ നമുക്കറിയാവേ, വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വഴി മക്കളെ ആക്രമിച്ചുകൊണ്ടിരുന്നിട്ടും സൈലൻ്റ് ആയിട്ട് അത് സഹിച്ച് അളമുട്ടിയാൽ മാത്രം പ്രതികരിക്കുന്ന അമ്മമാരെ നമുക്കറിയാം. അമ്മമാർ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ സഹിക്കണമെന്ന് ഞാൻ എവിടെയും പറയില്ല കേട്ടോ. അതുപോലെ ആക്രമണം ഉണ്ടായാൽ തിരിച്ച് ആക്രമണം ഉണ്ടാകണം, ഉറപ്പായിട്ടും ഉണ്ടാകണം. ഇത് വൺസ് ഒരു തവണ ഒളിച്ചോടിപ്പോയി അത് റിവീൽ ചെയ്തു. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ ചാനലാണല്ലോ, എല്ലാവരുടെയും ചാനലിൽ നല്ല റീച്ച് കിട്ടി. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അത് ചെയ്തു, ഒക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മൂത്ത സഹോദരിയുടെ വക ഒരു ചാറ്റ് പുറത്ത് വിട്ടേക്കുന്നു. എന്തൊരു വിവരം കെട്ട ഫാമിലിയാണെന്ന് ഞാൻ ഓർക്കുക. പേഴ്സണലായിട്ടുള്ള ഒരു ചാറ്റ്
ഈ കുട്ടിയുടെ ഹസ്ബൻഡ് വേറെ ആർക്കോ അയച്ചതാണെന്ന് പറഞ്ഞ് അത് പുറത്തു വിട്ടേക്കുന്നു. ഈ പറയുന്ന കക്ഷി വളരെ കേമമായിരുന്നല്ലോ, ഇതുപോലെ വിവാദം ഉണ്ടാക്കിയിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ വീട്ടിലുള്ളവരെ പരസ്പരം ചെളി വാരി എറിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനും സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്താനും ഒരു മടിയില്ലാത്ത ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ഫാമിലി. ഉപ്പും മുളകും ലൈറ്റ്. അവരൊക്കെ എന്ത് മെസ്സേജാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ പേടിയാവുന്നു കേട്ടോ. ഇവരെയൊക്കെ ആരാധിക്കുന്ന, ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെ ഓർത്തിട്ട് എനിക്ക് ഭയം തോന്നുന്നു. കാര്യം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഇവർ ഈ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഇവരെ ഫോളോ ചെയ്യുന്നത്. നാളെ ഈ ഫോളോ ചെയ്യുന്നവരും ഇതുപോലെ തന്നെ ചെയ്യും. ഒരുപാട് ആളുകൾ നശിക്കാനിടയാക്കുന്ന കുറേ ഫാമിലി വ്ളോഗേഴ്സ്. വീട്ടിലുള്ള കാര്യമല്ലേ, വീട്ടുകാർ തമ്മിൽ പലതും പറയുമല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി അറിയാതെ തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിയമപരമായ സഹായങ്ങൾ നമുക്ക് തേടാവുന്നതാണ്. ഇത് എത്ര വൃത്തികെട്ട മാന്യതയില്ലാത്ത രീതിയിലാണ് ഇത് ഇവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരമ്മയും അച്ഛനും കൂടി എന്നിട്ട് കല്യാണം കഴിഞ്ഞ് ഒളിച്ചോടിയോ വാട്ടെവർ എങ്ങനെയാണെങ്കിലും വേറൊരു വീട്ടിൽ പോയി നിൽക്കുന്ന മകളെ പറ്റിയിട്ട് പറയുകയാണ്, അവളുടെ സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെയാണ്, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നവള് പോകുന്നിടത്തെ അമ്മ അനുഭവിക്കും. സ്വന്തം മകളെ പറ്റിയിട്ടാണ്. ഈ സ്ത്രീക്ക് യാതൊരു വിവരവും ഇല്ലേ. ഇങ്ങനെയാണ് ഇവരുടെ ക്യാരക്ടർ എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല കേട്ടോ. നിങ്ങളെ എങ്ങനെയാണ് ഒരമ്മ എന്ന് പറയാൻ പറ്റുക? അതുപോലെ തന്നെ മൂത്തപുത്രി ഇതുപോലെ വിവാദം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയതല്ലേ. ഇവിടെ എല്ലാവരും തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് നല്ലത്, ബാക്കി എല്ലാവരും മോശമാണ്. ഇപ്പം ഈ മൂത്ത സഹോദരിയാണേലും തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഏറ്റവും ബെറ്റർ, അനിയത്തിയും ഹസ്ബൻഡും മോശമാണ്. അനിയത്തിയും ഹസ്ബൻഡും തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നു ഞങ്ങൾ മാത്രമാണ് നല്ലത്, ബാക്കിയുള്ളവരൊക്കെ മോശമാണ്. അച്ഛനും അമ്മയും തെളിയിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളാണ് ബെസ്റ്റ് ആൻഡ് ബെറ്റർ ഫാദർ ആൻഡ് മദർ, ബാക്കി മക്കളൊക്കെ മോശമാണ്. ഇവരെ എങ്ങനെയാണ് ഒരു ഫാമിലി എന്ന് പറയാൻ പറ്റുക? എന്നിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഇവർ പോയി ഒന്നിക്കും, വീണ്ടും ഇവർ ഒരുമിച്ച് അടിച്ച് പൊളിച്ച് വീഡിയോസ് ചെയ്യും. പ്രേക്ഷകരെന്ന് പറയുന്ന ഈ മണ്ടന്മാർ ഇതെല്ലാം കണ്ട് വിശ്വസിക്കുകയും ചെയ്യും. ഈ 1, 2, 3 അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ വെറും പൊള്ളയാണ്, വെറും പൊള്ളയായ ഫാമിലി മാത്രമാണെന്ന്. ഇന്നലെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നത് ഒരു പരിധിവരെ നമുക്ക് കരുതാൻ പക്വതയില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഒരു അച്ഛനും അമ്മയും വന്ന് നിന്നിട്ട് മക്കൾക്ക് അഗെയിൻസ്റ്റ് പറയുകയാണ്. അപ്പോൾ കുറേ കമൻസ് ഞാൻ കണ്ടു കേട്ടോ. മൂത്ത കുട്ടി ഒളിച്ചോടി പോയപ്പോഴും ഇറങ്ങിപ്പോയപ്പോഴും ഇവരിതുപോലെ വൃത്തികേട് പറഞ്ഞതാണെന്ന്. ആ സമയത്തൊന്നും ഞാൻ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടില്ല. എന്തൊരമ്മയാണ് നിങ്ങൾ. ഞാൻ കണ്ടിട്ടില്ല ഒരമ്മ ഇങ്ങനെ സ്വന്തം മകളുടെ കുറ്റം വന്നിരുന്നിട്ട് അത് വേറൊരു വീട്ടിൽ ജീവിക്കാനായിട്ട് പോയേക്കാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, എൻ്റെ കുട്ടിയോടെ മനസമാധാനത്തോടെ ഇരിക്കട്ടെ. ഞങ്ങൾക്കെതിരെ 1, 2 വാക്ക് പറഞ്ഞു. അവർ ഇത്ര ഭീകരമായ കാര്യങ്ങളൊന്നും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. 1, 2 വാക്ക് പറഞ്ഞു, അത് ക്ഷമിച്ചേക്കാം, അതാണല്ലോ അമ്മ. പിന്നെ നിരന്തരം അറ്റാക്കുമായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ബാക്കി മാർഗം നോക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിട്ടാണെങ്കിൽ അങ്ങനെ നിരന്തരം നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തി അങ്ങനെ വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ശരിയാണ്. ഇവർ വൺസ് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരങ്ങ് ഇറങ്ങിയേക്കാണ്. അവൾ അങ്ങനെയാണ്, മോള് പോയി ജീവിക്കുന്ന വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ് മോളുടെ തനി നിറം ഇതാണെന്ന്. നല്ല ബെസ്റ്റ് ഫാമിലി. ഇവരൊക്കെയാണ് യൂട്യൂബിൽ വന്നിരുന്നിട്ട് യൂട്യൂബിൽ ക്യാഷ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇവർക്കൊക്കെ എന്താണെന്നറിയോ, കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയില്ല, ഫാമിലിക്ക് യാതൊരു വാല്യൂ ഇവർ കൊടുക്കുന്നില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഉമ്മ വയ്ക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതും മാത്രം പബ്ലിക്കിനെ കാണിക്കുന്നു. ഇത് സ്വന്തം വീട്ടുകാരെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണിച്ച് വലിച്ചു കീറി നാണം കെടുത്തി കുറച്ച് ക്യാഷ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. കുടുംബ ബന്ധങ്ങൾക്ക് ഇവരൊന്നും യാതൊരു വിലയും കൊടുക്കുന്നില്ല. ഇവർക്ക് എങ്ങനെ ക്യാഷ് സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് എനിക്ക് ഇന്നലത്തെ ഈ അമ്മയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. ഒരാളും ഇങ്ങനെയൊന്നും വിളിച്ച് പറയില്ല. എല്ലാം കണക്കാണ്, മക്കളും കണക്കാണ്, അമ്മയും കണക്കാണ്, ഓൾ ഫാമിലി എല്ലാവരുടെയും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള സ്വഭാവം. പിന്നെ ഇവർ എന്ത് സമ്പാദിച്ചു എങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സൊസൈറ്റിയിൽ എന്ത് വിലയാണ് ഇവർക്കുള്ളത്? കുറച്ചൊരു മാനം മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? കുറച്ചൊക്കെ പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ കുറച്ചൊന്ന് പ്രൈവറ്റായിട്ട് വെച്ചുകൂടെ? എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഇപ്പം ആരാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മനുഷ്യൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുടുംബ രഹസ്യങ്ങൾ കേൾക്കാനായിട്ട് ആളുകൾ പ്രത്യേകിച്ച് ക്യൂരിയോസിറ്റി ഉള്ളവരാണ്. ഇവരുടെ അടുത്ത് കുറേ രഹസ്യങ്ങൾ കൊണ്ടുവന്ന് പരസ്യമാക്കിയാൽ കുറേ റീച്ച് കിട്ടും, കുറേ ക്യാഷ് കിട്ടും. അതൊക്കെ സത്യമാണ് എന്ന് കരുതിയിട്ട് ഇങ്ങനെ മനുഷ്യർ ചെയ്യുമോ? ഇങ്ങനെ കുടുംബത്തെ വിറ്റിന്ന് ജീവിക്കാനായിട്ട് അങ്ങനെ ശ്രമിക്കുമോ? അങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലി. ഈ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഫാമിലി ഉണ്ടെന്ന്.
എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബിൽ വന്നാൽ, ഫാമിലി വ്ലോഗുമായിട്ട് വന്നാൽ എങ്ങനെയും ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഓട്ടപ്പാച്ചലിൽ എല്ലാ ബന്ധങ്ങളെയും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് 10 ആൾ അറിയരുത്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ആളുകൾ അറിയാതെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് വിചാരിക്കൂലേ. അതുപോലെ തന്നെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അത് നമ്മൾ വീട്ടിലിരുന്ന് സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കും അല്ലേ. പുറത്തൊരാൾ അറിയരുതെന്നാണ് ആഗ്രഹിക്കുക. അഥവാ അറിയേണ്ട കാര്യമാണെങ്കിൽ അത് അതിൻ്റെതായ രീതിക്കായിരിക്കും ചെയ്യുക. ഇതും ഒരു ജാള്യതയുമില്ലാതെ ഒളിവും മറവും ഒന്നുമില്ലാതെ വന്നിരുന്ന് പറയുകയാണ് ഇങ്ങനെ കുറ്റങ്ങൾ. എന്നിട്ട് നാളെ ഒരു മടിയില്ലാതെ ഉളുപ്പുമില്ലാതെ അടുത്ത ഹാപ്പി വീഡിയോ ആയിട്ട് വരും ഇവറ്റകൾ. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ വീഡിയോസ് അല്ലേ. ഫാമിലി വ്ളോഗേഴ്സിനെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇന്നലെ ആ അമ്മയുടെ വീഡിയോ, ഉപ്പുമുളകിലേറ്റിലെ ആ അമ്മയുടെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇങ്ങനെയും പേരൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറും ഇവരൊന്നും പേരൻസ് എന്നോ അമ്മ എന്നോ അച്ഛനോ മക്കളെന്നോ ഒന്നും പറയുന്ന കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ആളുകളല്ല. വെറും മനുഷ്യർ, നികൃഷ്ടരായ കുറച്ച് മനുഷ്യർ, അത്രയേ ഉള്ളൂ. അതായത് ഇവർക്ക് ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും ബോണ്ടിങ്ങിനും ഒന്നും ഒരു പ്രസക്തി ഇവരുടെ ലൈഫിലില്ല. അതുകൊണ്ടാണ് ഇവർ ചെളി വാരി പബ്ലിക്കായിട്ട് ഇങ്ങനെ എറിയാനായിട്ട് ഒരു മടിയും കാണിക്കാത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ചെളി വാരി എറിയാനായിട്ട് ഒരു മടിയും കാണിക്കാത്തത്. അന്യരൊന്നുമല്ല, രക്തബന്ധങ്ങളാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ചെളി വാരി എറിയുന്നതെന്ന് വിചാരിക്കണം. എന്തായാലും ഇത് കാണുന്നവരോട് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, ദയവ് ചെയ്ത് ഇവരെ ഫോളോ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ളവരെ അനുകരിക്കാതിരിക്കുക. കാര്യം നമ്മുടെ ജീവിതത്തിലേക്കും ഇങ്ങനെയുള്ള മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കാൻ കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത് പോലെ നമ്മൾ നിരന്തരം കാണുന്നത് ഇങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കും തോന്നും ഇങ്ങനെ ആയാൽ എന്താ എന്നൊരു തോട്ട് നമുക്കും വരാം. അതുകൊണ്ട് പറഞ്ഞതാണ്, പേടി കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്